ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് സ്നാപ്പ് ബട്ടൺ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മീഷോയിൽ നിന്നുമാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. 200 രൂപയ്ക്ക് ഒരു ഓഫറുള്ള ടൈമിലാണ് വാങ്ങിയത്. ഈ 200 രൂപയ്ക്ക് എന്തുകൊണ്ടും ഇത് വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് സ്നാപ്പ് ബട്ടൺ കൂടെ വരുന്നുണ്ട്. ഈ ടൂൾ മാത്രമല്ല, സ്നാപ്പ് ബട്ടൺ ആയിട്ട് വരുന്നത് ഇതാണ് ഈ രൂപത്തിലുള്ള സ്നാപ്പ് ബട്ടണാണ് വരുന്നത്. ഇത് 200 പീസും കൂടി ഉണ്ട്. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കോളറൊക്കെ വെച്ച് കൊടുക്കുമ്പം ഓപ്പൺ ചെയ്യാനൊരു സ്പേസ് വേണമല്ലോ, നെക്ക് വളരെ ഇടുങ്ങി പോകുമല്ലോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ ഒരു സ്നാപ്പ് ബട്ടൺ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഭാഗത്ത് 2 പീസും ഇവിടെ ഒന്നും വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വെച്ച് കൊടുക്കണം. ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിൽ കൂടി നമുക്ക് കടത്താനുള്ള രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ബോയ്സ് ഷോർട്ടിലും അതുപോലെ തന്നെ നമ്മൾ പാൻറ്റിൻ്റെ താഴെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറച്ച് സ്റ്റിഫായിട്ടുള്ള ക്ലോത്തിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഒന്ന് അത്യാവശ്യം നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാനുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടെയാണ്. ഇതുപോലെയാണ് നമ്മൾ വെക്കുമ്പോൾ സെറ്റ് ചെയ്യേണ്ടതും. ഇതും ഒരുമിച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതും ഒരുമിച്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ 2 ഭാഗങ്ങൾ കണ്ടില്ലേ, ഇതിൽ നമുക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കണ്ടല്ലോ, ഇത് നമ്മൾ ഈ ഒരു രൂപത്തിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ ഇത് ഉള്ളിലേക്കായിട്ടായിരിക്കണം, ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്കായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇത് കാണുന്നത്. ഇതാണ് ഇതിനെ പ്ലേസ് ചെയ്യാൻ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വളരെ നീറ്റായിട്ട് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയാകുമ്പോഴാണ് ഇത് കവർ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണുന്ന ഭാഗം ഇതാണ്. ഈ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഈ ഭാഗമാണ്. ഇതാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഈ ഭാഗം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്നാപ്പ് ബട്ടണിൻ്റെ ഈ ഒരു ടൂളിൽ നമുക്ക് പ്ലേസ് ചെയ്യുക എന്ന് നോക്കാം. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ആയിട്ട് നിൽക്കും. കറക്റ്റായിട്ടാണ് വെച്ചതെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഇത് ഊരി പോരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ ഭാഗമാണ് നമുക്ക് പുറത്ത് കാണേണ്ടത്, ഈ ഭാഗമാണ് ഉള്ളിൽ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് പുറത്തേക്ക് കാണേണ്ടത്, അതാണ് ഇവിടെയുള്ളത്. ഇനി ഇതാണ് ഉള്ളിൽ വരേണ്ടത്, അതാണ് ഇവിടെയുള്ളത്. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. ഇനി മീഷോയിൽ തന്നെ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാനും കൂടെ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ജോലികൾ കുറച്ചും കൂടെ കുറക്കാനും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ടൂളാണിത്.